എത്തിയോ? എല്ലാ തളത്തിലേക്ക് വെച്ചോളൂ. ആകപ്പാടുണ്ടായിരുന്ന ഷോർട്സ് കൊടുത്തിട്ട് താൻ പോയോ? പിന്നെ കോണ കൊടുത്തോണ്ട് തീവണ്ടി കയറാൻ പറ്റുമോ? എത്ര രൂപ വേണ്ടേ? സാറ് തന്നാ മതി. ഉടനെ വരണമെന്ന് പറഞ്ഞ് പോയതല്ലേ? കുറെ നാളായല്ലോ പോയിട്ട്. നന്നായിട്ട് സൂചിച്ചിട്ട് വരികയാണല്ലേ? ആ നല്ല സുഖമായിരുന്നു അവിടെ ലോക്കപ്പില്. ലോക്കപ്പില്? അതെ, ജാതകം പറഞ്ഞ അച്ചട്ടായി. കാരാഗ്രഹവാസം കഴിഞ്ഞു. കള്ളവണ്ടി കയറിയതിന് സേനത്ത് വെച്ച് പോലീസ് പിടിച്ചു. ഈ രൂപത്തിൽ ഇപ്പൊ അവിടുത്തെ മുജ്ജന്മ സുഹൃത്തം. ആ അതെ, മടക്കയാത്രക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ്? അതെ, അടിപിടി, മോഷണം, പോലീസ് കേസ്, ഇതുകൊണ്ടൊന്നും മതിയായില്ലേ? അപ്പൊ ഒക്കെ അറിഞ്ഞല്ലേ? ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഈ മുടിഞ്ഞാടത്തുനിന്ന് പോണമെന്ന്. മറ്റന്നാൾ മടക്ക വേണ്ടിയുണ്ട്. അതിപ്പോ ഒരു 5-6-7 ദിവസം കഴിയാണ്ട് പോകാൻ പറ്റില്ല. എന്തേ? ആ, കാല് ദൂരെ ശരിയായിട്ടില്ല. അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ എല്ലാം ശരിയായിന്നല്ലേ പറഞ്ഞത്? വേദന എനിക്ക് ലേഖല്ലോ. ആ പാൽക്കാരനും അലക്കാരനും ഒക്കെ ഉള്ള കാശിയായിട്ടൊന്ന് വാങ്ങിച്ചോണം. അമ്മേ, ഗുഡ് ബൈ. പഴയ ഓർമ്മകൾക്ക് വിട, പുതിയ മോഹങ്ങൾക്ക് സ്വാഗതം. കുറിപ്പേട്ട, എന്തോ? ഞാൻ ആ വിവാഹമോചനത്തിന്റെ പേപ്പറിൽ ഒപ്പിട്ടു. സത്യമാണോ ഞാൻ കേൾക്കുന്നത്? അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി. നന്നായി കുഞ്ഞെ. പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണല്ലോ പ്രമാണം. ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. കുറിപ്പേട്ട, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. കുറിപ്പേട്ട, കുറിപ്പേട്ട, ഞാൻ ഈ കണക്കൊന്ന് എഴുതി കഴിഞ്ഞോട്ടെ. കണക്കൊക്കെ പിന്നെ നോക്കാം. നിങ്ങൾ ചില ആശാരിമാരുടെ കൂട്ട് ഊണ് കഴിക്കാൻ പഠിക്കുമ്പോൾ ഉളിയെ പെട്ട് കൊടുക്കും. പറയൂ, എന്താ കാര്യം? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കിവിടെ കുറെ സ്ഥലം വേണം. എന്തിന്? അല്പം കൃഷി ചെയ്താലോ? പിന്നെ കോവിലകത്ത് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി. അപ്പോഴായി ഓണം കയറാൻ മൂലയിൽ സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണേ. വേറെ പണിയൊന്നുമില്ലേ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴി നോക്ക്. താൻ കണക്കെഴുതും. കുറുപ്പാട്ടം പോയി താനായോ? മുഴുവൻ കണക്കും തെറ്റാ. ഞാൻ കുറെ കാലമായിട്ട് കാണുന്നതല്ലേ. തേങ്ങ വിറ്റ മാങ്ങ വിറ്റെന്നെഴുതും, മാങ്ങ വിറ്റ തേങ്ങ വിറ്റെന്നെഴുതും, നെല്ല് വിറ്റ പുല്ല് വിറ്റെന്നെഴുതും. 5-4 10 എപ്പോഴും എഴുതി വെക്കുന്നത്. മുഴുവൻ തെറ്റാ, മുഴുവൻ കംപ്ലീറ്റ്. ആട്ടി മുടി തെറ്റാ. കണക്കെഴുതാൻ ഒടുക്കത്തെ കണക്ക്. ഇയാൾ ഒടുക്കത്തെ. കുറച്ചു മുമ്പ് വലത് കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ചൂണ്ടും. താനാരാ ചോദിക്കാൻ? ചിലപ്പോ വലത്ത് കാലം ഉണ്ടും, ചിലപ്പോ ഇടത്ത് കാലം ഉണ്ടും. എന്റെ കാലല്ലേ? കിണ്ണാറും ചോദിക്കുന്നു. എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഇതേ വരുന്നു. പിന്നെ കുറുപ്പേട്ടൻ രാവിലെ വല്ലതും കഴിച്ചോ? കുറുപ്പാട്ടില്ല. ഇല്ല, ഇനി ഉച്ചക്ക് ഉണ്ടാ മതി. രാവിലെ വയറ് നിറച്ച് തന്നല്ലോ. കുറുപ്പേട്ടൻ എന്നെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ നാക്കിന് ബ്രേക്കില്ല. വല്ലതൊക്കെ പറയും. ഇങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. അത് കുറുപ്പേട്ടൻ അറിയാമല്ലോ. കുറുപ്പേട്ട, കുറുപ്പേട്ട, കുറുപ്പേട്ട്. ഓ, ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ? എന്ത്? അല്ല, നാടായാൽ ഒരു വീട് വേണം, വീടായാൽ കൂടെ പെണ്ണ് വേണം, പെണ്ണായാൽ കണ്ണിൽ സുർമ വേണം. അതൊരു പാട്ടല്ലേ? പണ്ടത്തെ ആളുകൾ പറഞ്ഞ ഒന്നല്ലല്ലോ. അതെ, അതല്ല ഞാൻ പറയുന്നത്. കുറുപ്പേട്ടൻ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട, അത് വെറുതെ ആണെന്ന്. ഞാനെപ്പോ പറഞ്ഞു?
ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരു അംഗത്തിനുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ആരോർക്കണതൊക്കെ ഇയാൾക്കല്ലേ എന്താ ഓർമ്മയുള്ളത്? ഒരു തേങ്ങാക്കൊല ഓർമ്മയില്ല, എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ അത് ഓർമ്മയില്ല, കാശിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല, കണ്ണും കണ്ടൂടെ ചെവിടും കേട്ടൂടെ. വന്നു ഒരു പിണ്ണാക്കിനും കൊള്ളാതായിട്ടുണ്ട് ഒരു ഉണ്ണാക്കൻ. തിന്ന് മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുക. ഇയാളെ കൊണ്ടുനടക്കുന്ന എന്റെ ചെരിപ്പൂരി ചെവിക്കുറ്റിന്റെ അടിക്കണം. ഈ മോന്നായിട്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല. എന്തെങ്കിലും ചോദിച്ചാൽ മഴ പെയ്താൽ ചെറിയ നേരത്തെ മാതിരി കുറെ പല്ല് തുറന്ന് വിളിച്ചു കാണിക്കും. അധികം പറയണ്ട, പറയാനാണ് എനിക്കും കുറെ പറയാനുണ്ട്. താൻ എന്ത് പറയും? നിങ്ങൾ എന്താ മനസ്സിലാക്കിയായി? എന്ത് തോന്നിയാസം കേട്ടുകൊണ്ടിരിക്കുന്നത്? മണ്ടൻ കുറിപ്പാണ് ഞാനെന്നോ? മണ്ടനല്ല, മരമണ്ടൻ. എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല. രണ്ടിലൊന്നും അറിയണം. ഇനി ഈ ഉരുണ്ടൊലി പറ്റില്ല. ആ മീനാക്ഷി പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്സായിട്ട് പറയണം. ചോണ ഉണ്ടെങ്കിൽ പറ. മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറയടോ തമ്പുരാനെ. അസ്സലായി. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ എത്ര കാലായി എന്നറിയോ ഞാൻ കൊതിക്കുന്നു. അസ്സലായി. കർക്കിടകം കഴിയും മുമ്പ് ഇത് തീർക്കണം. ഇന്നൊന്ന് ആഞ്ഞു പിടിക്കണം. എവിടം വരെ ആയി? സീതാ സ്വയംവരം തുടങ്ങണം. അക്കാര്യത്തിലാണ് എനിക്കൊരു ശങ്ക. എന്തേ? അല്ല, രണ്ടാം ഘട്ടെന്ന് പറയുമ്പോ എതിർപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലേ? എന്തിന്? അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ നമ്മൾ കൊണ്ടുചെല്ലുന്നത്? പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആഭിജാത്യം കൊണ്ടായാലും എന്താ ഒരു കുറവ്? രാജയോഗമാവണ പെണ്ണിന് ആ യോഗം തമ്പ്രാൻ കുഞ്ഞിന്റെ ഭാര്യ ആവാന്നുള്ളത് തന്നെയാണ്. എന്നാ കുറുപ്പേട്ടൻ നാളെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കോളൂ. ഇനി വെച്ച് നീട്ടണ്ട. നാളെ വേണ്ട, നാളെ ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. നാളെ കഴിഞ്ഞോട്ടെ. എല്ലാം ഈ ഞാൻ ഏറ്റു. തമ്പ്രാൻ കുഞ്ഞെ കുറെ നല്ല കിനാവ് കണ്ടോളൂ. അപ്പോ കുഴപ്പമില്ലല്ലേ? എന്നാ വലതുപുറത്തെ 7 വരെ തള്ളി 8ാമത്തെ വരിയിൽ 8 അക്ഷരം തള്ളി ശ്രീരാമൻ വില്ലു കുലയ്ക്കുന്നിടത്ത് തുടങ്ങിക്കോളൂ. ഈ തമ്പുരാൻ ഒരു ത്രയമ്പ ഓടിക്കാൻ തയ്യാറായി നിൽക്കുക. സാറ് പാട്ട് പാടൂല്ലേ? സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടുകയൊക്കെ ചെയ്യില്ലേ? അപ്പോ പട്ടാളക്കാരെല്ലാം മരടന്മാരല്ല അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സാറ് പട്ടാളത്തിൽ വലിയ പദവിയിലിരിക്കുന്ന ആളല്ലേ. പക്ഷേ അവിടെ ഉള്ളവരെല്ലാം സാറിനെ പോലെ അത്ര നല്ലവരല്ല. എന്നെ കൂടാതെ മീനാക്ഷിക്ക് മിലിറ്ററിയിൽ വേറെ ആരെ അറിയാം? മണിയേട്ടനെ. മുഴുവൻ പേര് മണിയണ്ടെന്നാ. വെല്ലിംഗ്ടണില്ല. 1 മാസായി വരും വരും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ കാര്യം അറിയുന്നത്. ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ ഉടക്കിത്രേ അവിടെയുള്ള ഒരു കടുവ. മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ മൂത്ത ചേട്ടനാണ്. എന്റെ അമ്മായിയുടെ മോനാ. ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. ഇടയ്ക്ക് അമ്മായിയും ആച്ചമ്മയും തമ്മിൽ പിണങ്ങി. ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്നാ ആച്ചമ്മയുടെ വാശി. ചെറിയച്ചന്മാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ശരി മറ്റൊരാളുടെ കയ്യിന്ന് ഞാൻ പുടവ വാങ്ങില്ല. എല്ലാറ്റിനും മണിയേട്ടൻ ഇങ്ങ് എത്തണം. അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ല എന്ന് വെച്ചാ ദുഷ്ടനായാള്. മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചാ ഗുണം പിടിക്കില്ല. സാറിനറിയോ ഈ കടുവേ? എന്താ സന്ധ്യക്ക് പടിയിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത്? എന്തത്ര ആലോചിക്കാൻ? കുറുപ്പ് പറഞ്ഞാൽ ശരിയാ. ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ കാലത്ത് ദൗത്യമായിട്ട് ഞാൻ ആച്ചമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. വേണ്ട. അതെന്താ? നാളെ നല്ല ദിവസമല്ല. കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അത്രയും മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ കിണ്ണാറൊന്നും ചോദിക്കണ്ട. എന്താ പട്ടാളം പിണങ്ങിയിരിക്കുന്നേ? മീശ വീണ്ടും മേലോട്ട് വിരിച്ചു തുടങ്ങി. ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുക എന്നറിയില്ല. കുട്ടി അത് വെച്ച് പോയിക്കോളൂ.
എന്റെ കാര്യം ഒന്ന് പോക്കാം. മീനാക്ഷി, എന്തേ? താനൊരു മണികണ്ഠന്റെ കാര്യം പറഞ്ഞില്ലേ? ഉം. ആളെ ഞാൻ അറിയും. ഓ, പിന്നെന്തേ അപ്പ പറഞ്ഞില്ല? തന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ലെന്നേ ഉള്ളൂ. താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യങ്ങൾ. എന്റെ ഓർഡറിലായിരുന്നു എന്നുവെച്ചാ പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാൻ അധിക നാളും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പണം മോട്ടിച്ചെന്റെ പേര് പറഞ്ഞു വിടേണ്ടി വന്നു. പിന്നീട് കുറച്ചാണ് പട്ടാള ജയിലിലായിരുന്നു. ജയിലിലോ? അതെ, ഒരു ഓഫീസറുടെ മകളോട് ഇവൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് ശരിക്കറിഞ്ഞൂടാ. അതൊക്കെ വെറുതെ ആവും. പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെറും പട്ടാളക്കാരന്റെ കാര്യം കട്ട. കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റൂ. വീടും കൂടും ഒന്നും കിട്ടില്ല. ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും. അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പിൽ കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ. ഞാൻ പോണു, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ മതിയാവും. നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ പോലെ ഒരു ഓഫീസറൊന്നുമല്ല. തൂത്തുവാരലും ചട്ടിയും കലം കഴുകലും ഒക്കെയാ ജോലി. കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്ന ഒരു എടുത്തുചാട്ട. എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആഴുണ്ട്. പിന്നെ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ അന്തസ്സും ആഭിജാത്യമുള്ള, പണവും പദവിയുമുള്ള, നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടുപിടിച്ചത്. വേണ്ട, എനിക്ക് ആരും വേണ്ട. എങ്ങനെയൊക്കെ ഉള്ള ആളായാലും സാരമില്ല. എനിക്ക് മണിയേട്ടന് തന്നെ മതി. മണിയേട്ടൻ ഉള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ചീത്തയായിക്കോട്ടെ, എല്ലാവർക്കും ചീത്തയായിക്കോട്ടെ, എനിക്ക് നല്ലതാ. നമുക്ക് നാളെ മടങ്ങണം.